ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED കേസെടുത്തു. SIT കേസിലെ പ്രതികളാണ് നിലവിൽ ED കേസിലും പ്രതികളായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, ED അന്വേഷണവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് ED അന്വേഷിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. കേന്ദ്ര ഡയറക്ടറേറ്റ്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേന്ദ്ര നേതൃത്വം ഇതിന് അനുമതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്ത അന്വേഷണ നടപടികളിലേക്ക് അവർ പോയിരിക്കുന്നു. നേരത്തെ SITയുടെ കേസിൽ പ്രതിയേർക്കപ്പെട്ട 15 പേരാണ് ഈ EDയുടെ ECIRും പ്രതിസ്ഥാനത്ത് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു, 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റംഗങ്ങളടക്കം 15 പേർ ഈ കേസിലും പ്രതികളായിട്ട് വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടിലേക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അന്വേഷണം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടത് ഈ കേസിലെ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അവർ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ചാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തു വരിക എളുപ്പമായിരിക്കില്ല. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ഈ പ്രതികൾക്കുണ്ടാകാൻ പോകുന്നത് അവരുടെ പേരിലുള്ള സ്വത്തുവകകളടക്കം അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ പ്രാഥമികമായ വിവരശേഖരണത്തിൽ തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിലെ പല പ്രതികൾക്കും അവിഹിതമായ സ്വത്തുക്കൾ അവരുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പണമിടപാടുകൾ നടത്തിയിരിക്കുന്ന ആൾക്കാർ, ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. ആ ചില കേന്ദ്രങ്ങൾക്ക് കള്ളപ്പണ ഇടപാടുകൾ അടക്കം ഇവർ അന്വേഷിക്കും. അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ SITയുടെ കേസിൽ നിന്ന് അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസമായി അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും എൻഫോഴ്സ്മെന്റിന്റെ കേസ് വരുമ്പോൾ അവർ കൂട്ടത്തോടെ വീണ്ടും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തു വരിക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ A. പത്മകുമാർ, N. വാസു അടക്കമുള്ളവർക്ക് കാത്തിരിക്കുന്നത് വലിയ കാരാഗ്രഹവാസം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ സുപ്രീം കോടതിയുടെ നിലവിലുള്ള ഉത്തരവുകളൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കുക എന്നത് രണ്ട് കാരണങ്ങൾ മാത്രമാണ്. ആരോഗ്യപരമായ കാരണങ്ങൾ, മറ്റൊന്ന് വിചാരണ നീണ്ടുപോകുക. ഈ 2 അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ ജാമ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടാൻ പോകുന്നത് വലിയ നിയമ നടപടികൾ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ വരാൻ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഈ കേസിലെ പ്രതികളുടെ അടക്കമുള്ള വീടുകളിൽ വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഈ പ്രതികളുടെ വീടുകളിലും അടക്കം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ റെയ്ഡ് അടക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഈ പ്രതികളുടെയൊക്കെ അനധികൃത പണമിടപാട്, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ SITയുടെയും അന്വേഷണ പരിധിയിൽ വന്നതാണ്. ഇതിപ്പോൾ ED കൂടി കളത്തിലിറങ്ങുന്നു എന്ന് പറയും. ഈ പ്രതികൾക്ക് മുന്നിലേക്ക് എപ്പോഴായിരിക്കും ED ഉദ്യോഗസ്ഥരടക്കം ചെല്ലുക? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അത് അതിനുശേഷമാണ്. പക്ഷേ ഈ പ്രതികൾക്ക് മുന്നിലേക്ക് എപ്പോഴായിരിക്കും ഇവരെ ജോയിൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും പിന്നിൽ ആദ്യഘട്ടത്തിൽ ഇവർ നീക്കാൻ പോകുക? മാത്രമല്ല, ഈ പ്രതികൾ SIT തന്നെ രേഖപ്പെടുത്തിയ പ്രതികൾ എന്ന് പറയുമ്പോൾ പ്രതികൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ചോദ്യം ചെയ്തവർ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തിയ പുറത്തു നിൽക്കുന്ന ഒരുപാട് പേര് ഇനിയുമുണ്ടല്ലോ. അവർക്കൊക്കെ മുന്നിലേക്ക് പോലും ED ഇനി എത്തില്ലേ? പൂജ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ SITയുടെ FIRകളുടെ പകർപ്പുകൾ EDക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അവർക്ക് വേണ്ടത് ഈ കേസിലെ പ്രതികൾ SITക്ക് നൽകിയിരിക്കുന്ന മൊഴിപ്പകർപ്പുകളാണ്. ECIR രജിസ്റ്റർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ ECIR നമ്പർ വെച്ചുകൊണ്ട് അവർ SITയോട് ഇനി ആവശ്യപ്പെടാൻ പോകുന്നത് ഈ പ്രതികളുടെ SITക്ക് നൽകിയിരിക്കുന്ന മൊഴിപ്പകർപ്പുകളായിരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, അതിന്റെ വിശദാംശങ്ങൾ അവർ ആവശ്യപ്പെടും. എന്തായാലും അന്തിമ കുറ്റപത്രത്തോടൊപ്പം ആ കുറ്റപത്രത്തിന്റെ പകർപ്പും ആ സാക്ഷിമൊഴികളും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറേണ്ടി വരും. കാരണം അവർക്ക് കൂടി ഈ അന്വേഷണത്തിന് അവസരമുണ്ട്. കാരണം ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാൻ കഴിയുന്ന പ്രെഡിക്കേറ്റ് ഒഫൻസ് വന്നു കഴിഞ്ഞു എന്നതാണ്. അതായത് ഒരു കേസിൽ ഈ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിട്ടുള്ള പണം, ആ കള്ളപ്പണത്തിന്റെ പിന്നീടുള്ള ഇടപാടുകൾ, അത് ഏതൊക്കെ രീതിയിൽ പോയിരിക്കുന്നു, ആ മണി ട്രെയിൽ അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശവും അധികാരവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ അന്വേഷിക്കാൻ പോകുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള
ആരൊക്കെയാണ് അതിൽ പ്രതികൾ, ഏതൊക്കെ തരത്തിൽ അവർ ഇടപെട്ടിരിക്കുന്നു, ഈ പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുന്നിടത്ത് അവരുടെ ജോലി അവസാനിക്കുകയാണ്. അവിടെ നിന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കുണ്ടായിരിക്കുന്ന സ്വത്ത് സമ്പാദനം, അതിൽ നിന്ന് അവർ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടം സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സാമ്പത്തിക നേട്ടങ്ങൾ പരിശോധിക്കുക, അവരുടെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് അന്വേഷണം നടത്തുക, അന്വേഷണം നടത്തി അതിൽ അവർ സമ്പാദിച്ചിട്ടുള്ള പണം കണ്ടുകെട്ടി അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജോലി. എന്തായാലും ആ ജോലിയിലേക്കായിരിക്കും അവർ കടക്കുക. അപ്പോൾ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇതിൽ വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അടക്കം അവർ പരിശോധന നടത്തി രേഖകൾ കണ്ടെടുക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ വീടുകളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളടക്കം പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിലേക്ക് മുന്നിൽ നിൽക്കുന്നത് ശബരിമലയിലെ സ്വർണമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പണമാണ്, PMLA ആണ്, കള്ളപ്പണ ഇടപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ നിന്നാണ് ED ഇനി തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായിട്ട് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. ആ തരത്തിൽ EDയുടെ അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ്. ബിനിൽ, ഇപ്പോൾ ഈ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രേഖകൾ ഉൾപ്പെടെ ഇനി EDയുടെ മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, പങ്കജ് ഭണ്ഡാരിയുണ്ട്, ഗോവർദ്ധനുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെ ഇതിൽ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. അപ്പോൾ EDയെ സംബന്ധിച്ച് വിശാലമായ ഒരു അന്വേഷണത്തിലേക്കല്ലേ ഇനി കാര്യങ്ങൾ നീക്കേണ്ടത്? സ്വാഭാവികമായും EDക്ക് മുന്നിൽ വിശാലമായ രീതിയിലുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ കരുവന്നൂർ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കരുവന്നൂർ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ FIRൽ പ്രതികളല്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഉണ്ടാകുകയും അവരുടെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ മുന്നിൽ കാണണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ SIT യുടെ FIRൽ പ്രതി ചേർത്തിട്ടുള്ള 15 പേരിലേക്ക് മാത്രം EDയുടെ അന്വേഷണം ചുരുങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിനും അപ്പുറത്തേക്ക് ആരോപണ വിധേയരായവരിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളുടേക്കും കൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു പോകാനും അവരിലേക്ക് പോലും അവരുടെ അന്വേഷണം ചെന്നെത്താനുമുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് CPM കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം CPMന്റെ ഉന്നതരായ നേതാക്കളിലേക്ക് പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അങ്ങനെ നടപടിക്രമങ്ങൾ EDയും ഇനി മുന്നിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.